2 പഴം അതേപോലെ തന്നെ 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ പഴം കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വെള്ളം ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതാ തീ കത്തിച്ച് ഒരു കലം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്, ചെറിയൊരു കലം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നോക്കിയാൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ശർക്കര എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളത് ഒരു ഉണ്ട ശർക്കരയാണ്. അതല്ല നമ്മൾ അച്ച് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 അച്ച് നല്ല വലിപ്പമുള്ളത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല മധുരത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്കിതാ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഉരുക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്തേക്കായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കട്ടെ. വെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ തീ ഒന്ന് കൂട്ടി വെച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ നെയ്യൊന്ന് മെൽറ്റാവട്ടെ. നെയ്യൊക്കെ ഒഴിച്ച് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മൾ കശുവണ്ടി പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. ടീസ്പൂണിൽ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. കശുവണ്ടി ഇട്ടു. ഒപ്പം തന്നെ ഉണക്കമുന്തിരി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരട്ടെ. വീർത്ത് വരുന്നതോട് കൂടി തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ചെറിയ ഗോൾഡൻ കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് നോക്കി നമ്മൾ എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളിട്ട് പൊട്ടി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കണ്ടോ ഒരു ഗ്ലാസ് നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ നേരം നാളികേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നാളികേരമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളിതാ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ടല്ലോ നമ്മുടെ ഏലക്കായ പൊടിച്ചത് കേട്ടോ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്കിതൊന്നും ചൂടാറാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ ഇങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചാലും മതി കേട്ടോ. നമ്മളുണ്ടല്ലോ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കനം കുറച്ച് നമ്മൾ നുറുക്കിയെടുക്കാം. നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നുറുക്കിയാലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ ഇത് അടിച്ചെടുക്കണം. ഇതേപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടല്ലോ നമ്മളിവിടെ വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഈ വെല്ലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരടുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു വെല്ലാണ് കേട്ടോ. അപ്പോൾ അതിലെന്താ കുറച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ പഴം നന്നായിട്ട് അടിച്ച് കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു പഴമാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ നോക്കി നമ്മൾ നല്ല വെണ്ണ പോലെ അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ നമ്മൾ നാളികേരമൊക്കെ ആയിട്ട് വിളയിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ കുറച്ചും കൂടി നമ്മുടെ വെല്ലം ഉരുക്കിയത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മൾ ടീസ്പൂൺ കൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഒരളവുണ്ട്. ആ അളവ് ആവണ വരെ നമുക്കൊന്ന് ഇളക്കി പാകാക്കി എടുക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു 2 ടീസ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അഴവും പാടില്ല, എന്നാൽ നല്ല കട്ടിയും പാടില്ല. ആ രീതിയിലാണ് കേട്ടോ നമുക്കിത് ആക്കിയെടുക്കേണ്ടത്.
1 ടീസ്പൂണും കൂടി ഗോതമ്പ് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയും മതിയാവും. എടുത്തോ, ഓരോ ടീസ്പൂൺ എടുക്കുമ്പോഴും. ഈ ഒരു അളവ് മതി കേട്ടോ. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ പൊടി കൂടുതലെടുത്താലും കുറേശ്ശെ പൊടി എടുത്തിട്ട് വേണം നമ്മളിതിങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ നോക്കിയാൽ ഒരു നുള്ള ഉപ്പും പൊടി കേട്ടോ. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല, അന്ന് ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ആ ഒരളവ് അത്രേ വേണ്ട കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു അളവാണ് നമുക്ക് ഈ പഴം കൊണ്ടുള്ള ഈ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഞാനിതാ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്കിങ്ങനെ തട്ടൊക്കെയുള്ള ഇഡ്ഡലി ചെമ്പ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഇതാ നമുക്കിവിടെ ഇത് ഒരിലയിലൊക്കെയും ആക്കി എടുക്കേണ്ടതാണ്. ആ സമയം കൊണ്ട് നമുക്കിവിടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി കിട്ടും. അപ്പം ഞാനുണ്ടല്ലോ ഇതാ ഇതേപോലെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഇലയിൽ നമ്മളിതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഇതാ ഇതേപോലെ മടക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉള്ളിലേക്കായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ പതുക്കെ ഈ തുമ്പിങ്ങനെ മടക്കാം. ഇത്രയേ വേണ്ടോ, കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാം അതാക്കി എടുക്കാം കേട്ടോ. അപ്പം നോക്കി നമുക്ക് അപ്പോഴത്തേക്ക് 2, 4, 6, 7 എണ്ണമാണ് നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ച് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. തിളച്ചത് ആവിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. മൂടി വെച്ചിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് നേരം നമ്മളിതാ ഇതേപോലെ വെച്ചു. ഇനി നമുക്കിതാ തുറന്ന് നോക്കാം കേട്ടോ. ഇതാ കണ്ടാൽ തന്നെ അറിയാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ കണ്ടോ ഇലയിൽ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനിതാ തീ ഓഫ് ചെയ്തു. പതുക്കെ ചൂടാറിയിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. എനിക്ക് കുഴപ്പമില്ല, ഞാനിങ്ങനെ എടുത്തിട്ടിട്ട് ശീലമുള്ള കാരണം അതാ ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഇനി നമുക്ക് കൈ കൊണ്ട് എന്താ പറയുക ഇറക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതല്ല, നമുക്ക് അപ്പം തന്നെ ചൂടാറിനേക്കാളും മുന്നേ വേഗം പ്ലേറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചട്ടക ഉപയോഗിച്ചിട്ട് നമുക്കിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പിന്നെ പഴം കൊണ്ട് പല സ്നാക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ പഴമൊക്കെ നമ്മൾക്ക് നെയ്യിലൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് പക്ഷേ വളരെ എളുപ്പത്തിൽ പഴം അടിച്ച് കൊണ്ടുവന്ന് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷേട്ടനെ വിളിച്ചിട്ട് വരട്ടെ. ചായ അതായത് ഇത് ആദ്യം നന്നായി ഇതിന് പറ്റിയതാണ്. ചൂടുണ്ട് കേട്ടോ ഷേട്ടാ. ഇത് കാണുമ്പോൾ ചൂടൊന്നും പ്രശ്നമല്ല, ചൂടുണ്ട് ചൂടുണ്ട്. ഇതേ ഞങ്ങൾ ആദ്യം ഇത് ഇത്തിരി ഉരുണ്ട ടൈപ്പാണെങ്കിൽ കുമ്പിളിപ്പം പോലെ തോന്നും. സമൂസ നമ്മൾ പണ്ടൊക്കെ അമ്മമാര് മറ്റേ പ്ലായിലല്ലേ
അല്ലേ? നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഭയങ്കര രസാ. ഇത് കഴിക്കുന്നതിൻ്റെ ഒപ്പം കട്ടൻ ചായ സൂപ്പർ രസമായിട്ടത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ആകുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്നുള്ള. വീട്ടിൽ അകത്ത് സ്മിത ഇത് പഴമൊന്നും അടിക്കുന്ന കാണാം, അപ്പോഴേക്കും ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ്. അത്ര എളുപ്പമാണ് അത്. വേഗം ഉണ്ടാക്കാം അല്ലേ? അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയോളാം. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.